രാവിലെയല്ലേ ദോശ തിന്നത്? ഇനി വൈകുന്നേരം ദോശയോ? എന്നിനി ചോദിക്കൂല ട്ടോ ആരും. കാരണം എന്താ ഇതുപോലെ നല്ല ചീസി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഈവനിങ്ങിന് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും ട്ടോ. സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി ചീസ് ദോശയാണ് ട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് നമുക്കൊരു ചട്നി പോലെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് നമുക്ക് 1 തക്കാളി അല്ലെങ്കിൽ 2 തക്കാളികൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 വറ്റൽമുളകും കുറച്ച് കാഷ്യൂസും ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ട്ടോ. ശേഷം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. അതും ഒരു 1/4 ടീസ്പൂണോളം ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവ് വേണമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അതിലേക്ക് വെക്കാനുള്ള ഒരു സോസ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കൊരു തട്ടിലേക്ക് പയ്യെ ഒരു ദോശ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല നെയ് റോസ്റ്റ് മാതിരത്തെ ദോശ ഉണ്ടല്ലോ, നല്ല പരത്തിയെടുക്കണം. അതിന് ശേഷം അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി ദോശ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നി അല്ലെങ്കിൽ ആ സോസ് ഉണ്ടാക്കി വെച്ചത് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഇതുപോലെ. അപ്പോൾ പിസയ്ക്കൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ആ ഒരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോണോ അല്ലെങ്കിൽ വെജീസ് ആണെങ്കിൽ ഏതെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മോസറല്ല ചീസാണ് ഇവിടെ വേണ്ടത്. അത് കുറച്ച് ഇതുപോലെ തൂക്കി എല്ലാ സൈഡിലും ആവുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെച്ചൊരു 2 മിനിറ്റ് വേവിക്കുമ്പോൾ അതെല്ലാം നല്ല മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഇനി എപ്പോഴും കുട്ടികൾ ദോശ വേണ്ടാന്നൊന്നും പറയില്ല. ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കിയൊക്കെ വൈകുന്നേരം കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.